36 ലക്ഷത്തിലധികം ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ആരാണെന്നറിയാമോ? 2,78,00,000 വോട്ടർമാരുള്ളതിൽ നിന്നും അത് 2,53,00,000 വെട്ടിച്ചുരുക്കി. 24 ലക്ഷം ആളുകൾ ഇപ്പോൾ ഇല്ല. ഈ 2,53,00,000 ആളുകളിൽ 36 ലക്ഷം ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നോട്ടീസ് കൊടുത്തിരിക്കുന്നതിന് ഇപ്പോഴത്തെ കാരണം, പുതിയ നോട്ടീസിൽ ഇന്നലെയൊക്കെ ജനറേറ്റ് ചെയ്ത നോട്ടീസിൻ്റെ കാരണം, ഇവരുടെ പേരുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ പേരുകളുണ്ട് ഡിസ്ക്രിപ്പൻസി. ആ ഡിസ്ക്രിപ്പൻസി ഇവർ ആൻസർ ചെയ്യണം. ഇവർ ആൻസർ ചെയ്യാൻ വേണ്ടി അവരെ വിളിക്കുമ്പോൾ അവർ ഇന്ത്യയുടെ വേറൊരു ഭാഗത്താണ്, അല്ലെങ്കിൽ ഒരു ഡൽഹിയിലാണ്, അല്ലെങ്കിൽ ബോംബെയിലാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയിരിക്കുന്നു. അവർ വന്നില്ലെങ്കിൽ അവർ ഇതിന് പുറത്തു പോകും. ഡിസ്ക്രിപ്പൻസി വന്നതിൻ്റെ കാരണം കമ്പ്യൂട്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവരുടെ വെബ്സൈറ്റിലെ അനോമലിയുടെ അടിസ്ഥാനത്തിൽ ഒരു പേര് എഴുതി കൊടുത്താൽ മലയാള ഭാഷയിലെ വേറൊരു ലെറ്ററാണ് ഇതിനകത്ത് വരുന്നത്. അതിന് ബാക്കിയുള്ളവരെങ്ങനെ സമാധാനം പറയാൻ പറ്റും? അങ്ങനെ പുറത്താക്കാൻ വേണ്ടി ചെയ്തു. പിന്നെ ഇത് ഭരണഘടനാ സ്ഥാപനമായി 2023 വരെ നിന്നൊരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 2023 പുതിയ നിയമത്തിൻ്റെ അമെൻമെൻറ്റോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും തീരുമാനിക്കുന്ന ആളുകൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് വരും. അദ്ദേഹം ആക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഭരണഘടനാ സ്ഥാപനമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആകണം, ഇമ്പാർഷ്യൽ എന്ന് അദ്ദേഹം ബോധ്യമാണ്. അദ്ദേഹം ഒരു പരിവാർ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടല്ല ഇരിക്കുന്നത്. അദ്ദേഹം പരിഹാരം ഉണ്ടാക്കി വരും. എത്ര തവണ പറഞ്ഞു പ്രവാസികളെ സംബന്ധിച്ച്, ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾക്ക് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാൻ കഴിയില്ല. 5 ലക്ഷം ആളുകളുണ്ട്. എത്ര പരാതികൾ കൊടുത്തു? റെക്ടിഫൈ ചെയ്യാൻ 1 മണിക്കൂറിൻ്റെ ആവശ്യം പോലുമില്ല. ഇപ്പോഴിതാ പാസ്പോർട്ടിൻ്റെ ഡിജിറ്റ് ആദ്യത്തെ 2 ആൽഫബറ്റ്സ് വരുന്ന ആളുകൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ പുതിയ പാസ്പോർട്ട്സിലെല്ലാം ഇനിഷ്യലി 2 ആൽഫബറ്റ്സ് ആണ്, ബാക്കി ഡിജിറ്റ്സുമാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിന്യൂ ചെയ്യപ്പെടാത്ത പാസ്പോർട്ടുകൾ, അതായത് 30 കൊല്ലം മുമ്പ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് അവർ അക്സെപ്റ്റബിൾ ആണ്. 10 കൊല്ലം മുമ്പ് ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അപ്പം ഇത്തരത്തിൽ ആളുകളെ എങ്ങനെ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 20 മുതൽ 25 ലക്ഷം ആളുകൾക്ക് 25,000 ആളുകൾക്ക്, ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി 2 ലക്ഷത്തിൽ താഴെ ഉണ്ടാവുള്ളൂ വോട്ടർമാർ, അതിൽ 25,000 ആളുകൾക്ക് നോട്ടീസാണ്. ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മിനിമം 15,000 ആളുകൾ ഇപ്പോൾ ഔട്ടാണ് അതർവൈസ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്? ഇയാൾ ആരെ തോപ്പിക്കാനാണ് ചെയ്യുന്നത്? ഇരിക്കുന്ന പദവിയിലിരുന്ന് ഭരണഘടനാവകാശം നേടിക്കൊടുക്കേണ്ട ആളുകൾ ആ ജനങ്ങളുടെ ഭരണഘടനാ അവകാശം നിഷേധിക്കുകയാണ്. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് ചന്ദ കൊച്ചാർ. ICICയുടെ ചീഫായിരുന്ന ചന്ദ കൊച്ചാർ എങ്ങനെയാണ് 300 കോടി രൂപ ഈ പറഞ്ഞ വീഡിയോകോൺ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് 300 കോടി രൂപ ലോൺ കിട്ടുന്നു. 64 കോടി രൂപ ഇമ്മീഡിയറ്റ്ലി ന്യൂ പവർ റിന്യൂവബിൾസ് എന്ന് പറയുന്ന ദീപക് കൊച്ചാറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ അവർ അകത്താകുന്നു. പിന്നിൽ ആരാണ്? ദീപക് കൊച്ചാർ. അപ്പോ ഒരു ജനപ്രതിനിധിയായിട്ടൊരു വനിത വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരു കറപ്ഷന്റെ പിന്നിൽ ഒരു പുരുഷൻ ഉണ്ടാകാൻ പാടില്ല. ഇനി വൺ മോർ തിങ്, സർ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. വൺ മോർ തിങ്, നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടൈമാണ് അതിജീവത. കേൾക്കുന്ന ഒരു ടൈമാണ്. ദാറ്റ്സ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ സർവൈവേഴ്സ് ആൻഡ് എവറിബഡി. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഒരു 9 വയസ്സുള്ള പെൺകുട്ടി വിനോദിനി പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കൈ കൊടുക്കാനായിട്ട് അതിന്റെ കൈ ആർട്ടിഫിഷ്യൽ ഒരു കൈ വെക്കണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും.